ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു പരിപാടിയായിട്ട് പിന്നെയും വന്നേക്കുവാണ്. അപ്പോൾ ഈ ഇഷ്ടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്താടോ ഹോമത്തിൻ്റെ സെറ്റപ്പാണോ? പക്ഷേ ഇത് ഹോമത്തിൻ്റെ സെറ്റപ്പല്ല ഗൈസ്. നമ്മളൊരു അൽഫാമിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു വീക്കെൻഡ് ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ വീക്കെൻഡ് അൽഫാം പരീക്ഷിക്കാമെന്ന്. പിന്നെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, എല്ലാം നമ്മളിങ്ങനെ ഒരു ഒറ്റ മൈൻഡിൻ്റെ ഒരു ഉദ്ദേശത്തിൽ നമ്മളങ്ങ് ചെയ്യുന്നതാണ്. ഈനാപ്പി ഇല്ലാതെ നമ്മൾ ഒരു വീഡിയോയും കംപ്ലീറ്റ് ആവുന്നില്ല. ഇവനാണ് ഈ ന്യൂസ്. പറഞ്ഞതിപ്പോൾ ശരിക്കും ഒരു ഹോമത്തിൻ്റെ സെറ്റപ്പ് ആയല്ലോ. ചിരട്ടയാണ് മെയിൻ. ചിരട്ടയില്ലാതെ കനലും ആവില്ല, കനലില്ലാതെ അൽഫാമും ആവില്ല. ചിരട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലോട്ടേക്ക് കയറി പോകുന്നത്. ഈനു ഇല്ലാതെ നമുക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ഈനു ആണ് മെയിൻ. ഈനുവിനെ കൂട്ടാതെ നമുക്ക് കയറാനേ പറ്റത്തില്ല. അപ്പോൾ അച്യുത ഈനുവിനെയും കൂട്ടിയിട്ടാണ് കയറുന്നത്. ചെക്കനോടൊരു ടാറ്റ ചോദിച്ചതാണ് കേസ്, പക്ഷേ അവനൊട്ടും നമ്മളെ മൈൻഡാക്കുന്നില്ല. ഭയങ്കര ഗൗരവമാണ്. അങ്ങനെ മുകളിൽ നിന്ന് ചിരട്ട മുഴുവൻ എടുത്ത് തീയൊക്കെ സെറ്റാക്കി ഗൈസ്. ഇതാണ് നമ്മുടെ ഗീതേച്ചി മസാല ഇടാതെ എങ്ങനെയും നമുക്ക് ഉപ്പും പുളിയും ശരിയാവത്തില്ല. അങ്ങനെ മസാല പുരട്ടിയ ചിക്കൻ എടുത്ത് നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. അൽഫാമിൻ്റെ സൈസിനൊരു പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? അത് വേറൊന്നും കൊണ്ടല്ല, ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടാണ് സൈസൊക്കെ ചെറുതായി പോയത്. ഇതെങ്ങനെയെങ്കിലും എത്തിക്കണ്ടേ? എടുത്ത വീഡിയോ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അൽഫാമിൻ്റെ ഒരു സൈഡെല്ലാം കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ കുഴപ്പമില്ല, നമ്മളല്ലേ എന്തും തിന്നു. അടുത്ത സൈഡ് കരിയാതെ കിട്ടിയ ഭാഗ്യം. എല്ലാവർക്കും എന്താ ഒരു ആത്മാർത്ഥത, ഫുഡിൻ്റെ കാര്യം ആയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ നമ്മൾ ആരും ഇതുപോലെ പണിയെടുക്കാറേ ഇല്ല. ഫൈനലി നമ്മൾ അൽഫാം രണ്ട് സൈഡും സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട്.